മക്കളെ പോലി അതേപോലെ ഒരു കാര്യം പറഞ്ഞാൽ നാളെ അല്ല ഇന്നാണ് കാലം നിങ്ങൾക്ക് മെഗാ മാരത്തൺ വരാൻ പോകുന്നത്. സെറ്റ് ആക്കാം. അതിനു മുന്നേ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഡിവിഷൻ ഓഫ് പവർ അധികാര വിഭജനം കൃത്യമായിട്ട് എന്റെ മക്കൾക്ക് എക്സാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അധികാര വിഭജനം 4 ഉണ്ട്. ഒന്നാണ് യൂണിയൻ ലിസ്റ്റ്, മറ്റേ നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ്, മറ്റേ കൺകറന്റ് ലിസ്റ്റ്, ലാസ്റ്റത്തിനാണ് റെസ്യൂഡറി പവർ എന്ന് പറയാം. ഇങ്ങനെ 4 പവറുകളുണ്ട്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. യൂണിയൻ ലിസ്റ്റിന് പ്രത്യേകത സെൻട്രൽ ഗവൺമെന്റ് മാത്രം അധികാരമുള്ളതാണ്. എക്സാമ്പിൾ ആണ് ഫോറിൻ അഫയേഴ്സ്, അതായത് വിദേശകാര്യം, ഡിഫൻസ്, പ്രതിരോധം, റെയിൽവേ എന്ന് പറഞ്ഞാൽ റെയിൽവേ തന്നെയാണ്, ബാങ്കിങ്, സിറ്റിസൺഷിപ്പ്. ഇതിൽ മാറ്റം വരുത്താൻ യൂണിയൻ ലിസ്റ്റിന് മാത്രമേ അധികാരമുള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സ്റ്റേറ്റ് ലിസ്റ്റ് നോക്കിക്കോളി. പോലീസ്, അഗ്രികൾച്ചർ, ജയിൽ, ലോക്കൽ ഗവൺമെന്റ് ഇത് മാറ്റം വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിന് മാത്രം, സംസ്ഥാനങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ രണ്ടുപേർക്കും ബോത്ത് ആൾക്കാർക്ക് എന്താണ് അധികാരമുള്ളതാണ്. സെൻട്രലും ഇതിനുള്ളതാണ് കൺകറന്റ് ലിസ്റ്റ്. അതാണ് എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ് യൂണിയൻ, അതേപോലെ മാരേജ്, ബർത്ത്, ഡെത്ത് എന്നുള്ളത് കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കുക. പക്ഷേ ഇവരൊന്നും ഇല്ലാത്ത അവശേഷിക്കുന്നതാണ് സൈബർ ലോ. എന്നാലും ആർക്കാണ് നിർമ്മാണാധികാരം? കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കുക. അങ്ങനെ ഞാൻ ചോദ്യം തന്നിരിക്കണം. ആൻസർ വേഗം സെറ്റപ്പ് ആക്കുക. അപ്പൊ സോ മക്കളെ മറക്കേണ്ട. കാലം അങ്ങോട്ട് വരും. ഞാൻ അങ്ങോട്ട് പോയി. ടാറ്റാ ബൈ.